ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെയർ വിഷു. അപ്പൊ ഇന്ന് നമ്മള് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം? മൂന്നാറിലേക്ക് കേട്ടോ. അപ്പൊ ഞങ്ങൾ മോർണിംഗിലേ ഇറങ്ങിയിട്ടുണ്ട്. പതിയെ ടെസ്റ്റ് ചെയ്യടോ. മോർണിംഗിലേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് ഇത് കാരണം ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെ ഉള്ളത് മിസ്റ്റർ വണ്ടി ഓടിക്കുന്ന ആൾവേസ്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തത് കൊണ്ടും വണ്ടി ഓടിക്കുന്നത് മിസ്റ്റർ ഷാനു ആണ് കേട്ടോ. അങ്ങനെ തളർത്താണ് ഗൈസ്. ആകെ എനിക്ക് 8 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതെനിക്കറിയാം. എന്നിട്ട് ഞാൻ എത്ര വീഡിയോ എടുത്താലും എന്റെ ആകെ 8 പേരല്ലേ കാണാനുള്ളെന്ന്. ആദ്യം ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു എന്നെ അങ്ങ് പൊക്കി അങ്ങ് ഹൈപ്പിൽ വെച്ചേക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്നെ പറയുന്നുണ്ടല്ലേ, ആരെയിലൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് കാണിച്ചിങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പോകുന്ന സാധനത്തിന് ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ പറഞ്ഞു. ഇല്ലാത്ത ആഗ്രഹങ്ങളൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ആന വരണം എന്നൊക്കെ എനിക്കില്ലാത്തൊരാഗ്രഹമാണ് ഗൈസ്. ആന എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനമാണ് കേട്ടോ, ആനയെന്ന് പറയുന്നത്. സീൻ സാധനം കേക്കുന്നുണ്ട്. എന്തേലും കേക്കുന്നുണ്ടോ? അപ്പുറത്ത് മല, വാ. ഇപ്പുറത്തെ കാട്, വാ. ഇപ്പുറത്തെ ഷാനു, വാ. ഉറങ്ങരുതടാ, ഉറങ്ങരുത്. നീ ഉറങ്ങിയ പിന്നെ ആര് വണ്ടി ഓടിക്കും? പഴയകാല എന്തൊക്കെയോ പോലെ തോന്നില്ലേ? ടീം പറിച്ച് മൂന്നാറിലോട്ട് ഇറങ്ങിയിട്ട് പണി പാളുവോ? എന്താ തോന്നുന്നേ? പാളുവോ? പിന്നെ നമുക്കൊരു ടെസ്റ്റ് കൂടെ ഉണ്ട് ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ആ ടെസ്റ്റ് എന്താണെന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ വന്ന റോഡ് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി റോഡായിരുന്നു കേട്ടോ. ഞങ്ങൾ അടിപൊളിയായിട്ട് ആസ്വദിക്കുകയും ചെയ്ത്. നമുക്ക് വലിയ കട്ടറും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നന്നായിട്ട് മൂവ് ചെയ്ത് വരാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടല്ലേ ഒരു സ്മൂത്ത് റോഡ് നമുക്ക് കിട്ടിയെന്നുള്ളത്. പിന്നീട് നമുക്ക് കുറേ നാളത്തിന് ശേഷം പച്ചപ്പ് കണ്ടതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എത്ര കാലമായി ഇത്രത്തോളം പച്ചപ്പ് കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിന് ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷവും ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോറടിച്ചിരിക്കുന്നവരൊക്കെ വിട്ടോ, ഇതുപോലെ നൈസ് റോഡിൽ കൂടെ ഒക്കെ നമുക്ക് അടിപൊളി ജില്ലായിട്ട് പോകാം ഗൈസ്. പിന്നെ ഇതൊക്കെയല്ലേ ചൂടായാലും ഒരു സന്തോഷം, കണ്ണിന് കാണാമല്ലോ. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ഇതൊക്കെ കണ്ടില്ലേ പിന്നെ എന്ത് കാണാനായി ഈ ഭൂമിയിലല്ല. പിന്നെ ഈ ചൂടത്ത് ഇതെങ്കിലും കാണാൻ പറ്റിയല്ല. തേയിലത്തോട്ടൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ തോന്നും. പക്ഷേ ആ തോന്നല് മാത്രമേ നടക്കുള്ളൂ കേട്ടോ. അതിന്റെ റീസൺ നിങ്ങൾക്ക് പിന്നെ അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കേരളത്തിലുള്ളവർക്ക് ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. പിന്നെ പതിയെ ഞങ്ങള് എ സി ഒക്കെ ഇട്ട് മൂന്നാർ വന്നിട്ട് എ സി ഒക്കെ ഇട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നൈസായിട്ട് മൂവ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ചൂടൊന്നും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ചാടിത്തുള്ളിയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറെ കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ട്രിപ്പൊക്കെ ആസ്വദിക്കാനായിട്ട് വന്നതാന്ന് തോന്നുന്നു. പിന്നെ ഈ കാലാവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, കഴിഞ്ഞാണെങ്കിൽ കുറെ നിപ്പുണ്ട്. മൂന്നാർ അതാലേക്ക് മാത്രമേ ഉള്ളൂ ഒരു സങ്കടം. പിന്നെ റോഡ് ട്രിപ്പ് അടിക്കാന്നുള്ളതേ ഉള്ളൂ മെയിനായിട്ട് ഒരു പരിപാടി. വേറെ ഒന്നും എക്സ്ട്രാ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾ ഇറങ്ങിയാലും കുറെ നേരം നമുക്ക് നിൽക്കാൻ പറ്റണില്ല. നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ കേരളത്തിലെ ബാക്കി ജില്ലകളുടെ ഒക്കെ സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ ഇവിടെയും. നമ്മള് ലാസ്റ്റ് നമ്മുടെ തേയിലത്തോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരാള് ചൂടത്തിരുന്ന് ചായ കുടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ചായ അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ട് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനിയാണ് നമ്മുടെ കലാപരിപാടി ആരംഭിക്കുക. ഇനിയാണ് നമുക്ക് പുറത്തോട്ടൊക്കെ പോയില്ല ഒന്ന് കാണുക. അപ്പം ഞാൻ തപ്പി നടന്ന ഒരു വ്യൂ ആണ് ഗൈസ് ഇത്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ്, ഇതും തേയിലത്തോട്ടവും. ഇത് രണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത് കേട്ടോ. അതെന്തായാലും എനിക്ക് കിട്ടി. പക്ഷേ നമുക്ക് ഈ കാറിലിരുന്ന് കാണാനേ പറ്റുള്ളൂ കേട്ടോ, വെളിയിൽ ഇറങ്ങാൻ പറ്റില്ലേ. പിന്നെ മൊത്തം ഈ വളവും തിരിവൊക്കെ ആയതുകൊണ്ട് തന്നെ ഡേഞ്ചർ ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ പോലും. കാരണം എപ്പോഴാണ് ഓപ്പോസിറ്റ് വരിക എന്ന് പറയാൻ പറ്റില്ല. കൂടാതെ ഒരു ചെറിയ റോഡൂടെ. അപ്പം ഡ്രൈവ് ചെയ്യുന്നത് എന്തായാലും കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക. ഓക്കെ, നോക്ക ഗൈസ്, നോക്ക. ഇത്രയും വെയിൽ കൊണ്ടിട്ട് വന്നെങ്കിലും നമുക്ക് കിട്ടിയൊരു വ്യൂ ഉണ്ടല്ലോ, അത് സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും തണുപ്പാകുമ്പോൾ ഇറങ്ങുക. അപ്പം നമുക്ക് തണുപ്പും കിട്ടും, നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാനും പറ്റും. ഈ ടൈമിലൊക്കെ പുറത്തിറങ്ങിയാല് നല്ല
8ന്റെ മണിയല്ല 16ന്റെ മണി വരെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അധികം ഒന്നും പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കണ്ട് മൂവ് ചെയ്യാന്നുള്ളത് മെയിൻ. കാരണം നമ്മള് ഹൈറ്റിലോട്ട് പോകും തോറും നമുക്ക് പിന്നെ പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. എന്താ ഭംഗിയല്ലേ, നേച്ചർ ബ്യൂട്ടിയാ ഗൈസ്, നേച്ചർ ബ്യൂട്ടി. ഈ ചെറുക്കൻ്റെ പ്രലോഭനത്തിൽ ഞാൻ വീട് ഗൈസ് സിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങള് സെറ്റായി നിൽക്കും. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ അഡ്വഞ്ചറൊക്കെ ചെയ്യുന്നു. വാക്ക് കേട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഗൈസ് മൂന്നാർ വ്യൂസൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നല്ല ചൂടുണ്ട് ഗൈസ്. മൂന്നാർ നമ്മൾ വിചാരിച്ചത്ര അതാണ് ഇപ്പം അങ്ങോട്ടില്ല. ഓക്കെ, ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ ഇപ്പോൾ കാണാനായിട്ട്. നമ്മൾ മെയിനായിട്ട് ഇത്രയും സ്പോട്ടുകളാണ് ഇന്ന് പോയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്കിനി ബാക്കിയൊക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ? അപ്പം അതുവരേക്കും ഓക്കെ ബൈ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം മറക്കാതെ ചെയ്യണം, സബ്സ്ക്രൈബ്. പിന്നെ എന്താ ചെയ്യണ്ടേ? ലൈക്ക് അടിക്കണം. അപ്പോൾ ഓക്കെ ബൈ.